അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റജബ് മാസം, പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബ് മാസത്തിൻ്റെ ഹക്ക് ജാഹ് ഫളിൽ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റജബിൻ്റെ ആദ്യ രാത്രി റജബ് മാസപ്പിറവി കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയാണ് ആദ്യം ഇന്ന് നമ്മൾ പറയുന്നത്. ആ ദുആ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക അല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ. അപ്പോൾ ഈ ദുആ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ റജബ് മാസപ്പിറവി കണ്ടാൽ നമ്മൾ ആദ്യം വരവേൽക്കേണ്ടത്. ശേഷമാണ് ഞാൻ പറയുന്ന ഓരോ ദിക്റുകളും നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ പ്രാർത്ഥന, ഈ ദുആ ചൊല്ലിക്കൊണ്ട് ആവണം നമ്മൾ റജബ് മാസത്തെ വരവേൽക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് റജബ് മാസത്തിൻ്റെ ആദ്യ രാവിലെ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യൽ. സൂറത്ത് മുൽക്കിന് ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും ഉള്ള ഒരു സൂറത്താണ് സൂറത്ത് മുൽക്ക്. സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്നവന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും. അതുപോലെ തന്നെ പാരായണക്കാരെ ഖബർ ശിക്ഷയിൽ നിന്ന് തടഞ്ഞു നിർത്തും. പാരായണം ചെയ്യുന്നവർ ലൈലത്തുൽ ഖദറിനെ ജീവിപ്പിച്ചവനെ പോലെയായി. ദിവസവും രാത്രി സൂറത്ത് മുൽക്ക് ഓതിയാൽ അവന് ഫിത്ന വരില്ല. ചെങ്കണ്ണ് രോഗത്തിന് തുടർച്ചയായി 3 ദിവസം ഓതിയാൽ ചെങ്കണ്ണ് രോഗം ശിഫയാകും. അതുപോലെ തന്നെ പാരായണക്കാർക്ക് വേണ്ടി പരലോകത്ത് സൂറത്ത് മുൽക്ക് ശുപാർശ ചെയ്യും. തബാറക എല്ലാ വിശ്വാസികളുടെയും കൽബിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലവനും ദിവസവും രാത്രി തബാറക ഓതിയാൽ അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷിക്കും. ഖുർആനിൽ 30 വാക്യങ്ങൾ മാത്രമുള്ള ഒരു അധ്യായമുണ്ട്. അത് ഓതുന്നവനു വേണ്ടി അത് വാദിച്ചു കൊണ്ടിരിക്കും. അയാൾ സ്വർഗത്തിലെത്തുവോളം അത് വാദിക്കും. ആ സൂറത്താണ് സൂറത്തു തബാറക, സൂറത്തു മുൽക്ക്. തബാറക നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് തബാറക. സൂറത്ത് മുൽക്കാണ് അതിൻ്റെ പേരെങ്കിലും നമ്മളെല്ലാവരും പറയുക തബാറക എന്നാണ്. അതുപോലെ തന്നെ സൂറത്ത് മുൽക്ക് നമ്മെ രക്ഷപ്പെടുത്തുന്നതും വാദിക്കുന്നതുമാണ്. ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ അതോതുന്നവനു വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കും. സൂറത്തുൽ മുൽക്കിലെ 30 ആയത്തും 313 വാക്കുകളും 1321 അക്ഷരങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ സൂറത്ത് മുൻജിയ, രക്ഷകൻ എന്ന പേരിലും, തൗറാത്തിൽ ഇതിൻ്റെ പേര് മാനിയത്ത് എന്നും ഇൻജീലിൽ വാക്കിയത്ത് എന്നുമാണ് പറയപ്പെട്ടിരുന്നത്. യാസീൻ സൂറത്തിൻ്റെ പൊരുളുകൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അവസാന ഭാഗത്താണ്. സൂറത്തുൽ മുൽക്കിലെ പൊരുളുകൾ അതിൻ്റെ ആദ്യ ഭാഗത്താണുള്ളത്. വല്ലവനും സൂറത്തു മുൽക്ക് ഓതൽ പതിവാക്കിയാൽ അതിൽ വിവരിച്ച സൽഗുണങ്ങളെല്ലാം അയാളിൽ വന്നെത്തും. ഉയർന്ന പദവികളൊക്കെ അദ്ദേഹത്തിന് വന്നെത്തും. അതുപോലെ തന്നെ അത് ഓതുന്ന ആൾക്ക് സമ്പത്തും അധികാരവുമെല്ലാം കൈവരിക്കാൻ കഴിയും. എല്ലാവർക്കും അയാൾ പ്രിയങ്കരനായി മാറും. അത്രക്കും മഹത്വം ഗുണങ്ങളുമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അപ്പോൾ നമ്മളിൽ ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് ദിനേന പതിവാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് മുതൽ തന്നെ പതിവാക്കുക.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് മുൽക്കിനെ പോലെ തന്നെ നമ്മൾ റജബിൻ്റെ ആദ്യ രാവ് മുതൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു ഇഖ്ലാസ്. സൂറത്തു ഇഖ്ലാസ് ഓതിയാൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളുമുണ്ട്. ഏതാനും ചില നേട്ടങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇഖ്ലാസ് സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു സ്വഹാബിയോട് നിനക്കതിനോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു തവണ സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ മേൽ ബർക്കത്ത് ചൊരിയപ്പെടും. 2 വട്ടം ഓതിയാൽ അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ ബർക്കത്ത് ചൊരിയപ്പെടും. 3 വട്ടം ഓതിയാൽ അവരുടെയും അയൽവാസികളുടെയും മേൽ ബർക്കത്ത് ചൊരിയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഉറങ്ങാൻ ഉദ്ദേശിച്ച് വലതുഭാഗത്തിന്മേൽ ചെരിഞ്ഞ് കിടന്ന് 100 തവണ സൂറത്തു ഇഖ്ലാസിനെ ഓതിയാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, എൻ്റെ ദാസ, നിൻ്റെ വലതുഭാഗത്തു കൂടെ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അവൻ്റെ മരണരോഗത്തിലെ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ ഖബറിലെ നാശങ്ങൾ ഏൽക്കേണ്ടി വരില്ല. അന്ത്യനാളിൽ മലക്കുകളുടെ കരങ്ങളാൽ അവനെ ചുമക്കപ്പെടുകയും സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കപ്പെടുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇത് ഓതിയാൽ ആ വീട്ടുകാരിലും തൻ്റെ അയൽക്കാരിലും ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല രോഗവും പിടിപെട്ടാൽ സൂറത്തു ഇഖ്ലാസ്, ഫലക്ക്, സൂറത്തു നാസ് എന്നിവ ഓതി ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു. വേദന ശക്തിപ്പെടുമ്പോൾ ഞാൻ ഇവ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തു ഇഖ്ലാസ്. ഈ സൂറത്തു ഇഖ്ലാസ് റജബിൻ്റെ എല്ലാ മാസത്തിലും റജബിൻ്റെ മാസത്തിൽ 100 തവണ നമ്മൾ ദിവസവും ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ ഇത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിഞ്ഞ് തരട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ റജബിൻ്റെ ആദ്യ രാവ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിഞ്ഞു തരട്ടെ. പ്രയാസങ്ങളൊക്കെ നീങ്ങി ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ റജബിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ദുആ നമ്മൾ അധികരിപ്പിക്കൽ ഏറ്റവും മഹത്വവും ഗുണവുമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചുരുങ്ങിയത് 5 വക്ത് നിസ്കാര ശേഷമെങ്കിലും ഈ ദുആ എന്നും പതിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളെല്ലാവരും 5 വക്ത് നിസ്കരിക്കുന്നവരാണല്ലോ. അതിന് ശേഷമെങ്കിലും നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ഈ പ്രാർത്ഥന റജബിൽ നമ്മൾ അധികരിപ്പിക്കുക. ഇനി നമ്മൾ പറയുന്നത് റജബിൻ്റെ ആദ്യ 10 ദിവസവും 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റാണ് സുബ്ഹാന ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ ദിക്റ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഈ ദിക്റിനെ നമ്മൾ 100 പ്രാവശ്യം ചൊല്ലുക. ഏത് സമയത്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ജോലിയുടെ തിരക്കിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് ചൊല്ലാവുന്നൊരു ദിക്റാണ് സുബ്ഹാന ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ ദിക്റ്.
അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം. അപ്പോൾ റജബിൻ്റെ ആദ്യത്തെ 10 ദിക്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി റജബിൻ്റെ 2ാമത്തെ 10ഉം 3ാമത്തെ 10ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇന്നലെ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലയിക്കണമെങ്കിൽ, മുറാദുകളൊക്കെ നിറവേറിയാൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. എന്നാൽ മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.